ഇത്രയും ഒരു റിസ്ക്, കാരണം അപ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടാവും സാറിൻ്റെ ഫ്രണ്ട്സ്, ഒരു ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബിസിനസ് മാൻ ഉണ്ടാകുന്ന റിസ്ക്, ടെൻഷൻ ഒക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണോ? അത് ഞാൻ കുറച്ച് മനസ്സിലാക്കിയിരുന്നു. പറഞ്ഞതിനേക്കാൾ കൂടുതൽ എൻ്റെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിയിരുന്നു. കാരണം ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ വളരെ വിഭിന്നമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ. മനസ്സിലായി. കാരണം ഇവിടെ പലരും നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഗുജറാത്തിനെ സംബന്ധിച്ച് കലാപങ്ങളാണ് ഉണ്ടായിരുന്നു. അതായത് 2000 വരെ ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാണ്. കാരണം വർഷത്തിലൊരു 2 മാസക്കാലം ഹിന്ദു മുസ്ലിം വയലൻസ് ഉണ്ടായിക്കൊണ്ടിരുന്നൊരു നാടാണിത്. തീർച്ചയായും ഈ അഹമ്മദാബാദിൽ പർട്ടിക്കുലർലി പറഞ്ഞാൽ അഹമ്മദാബാദിനെ സംബന്ധിച്ചത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ആക്ച്വലി ഈ ജനങ്ങളല്ല ഇവിടെ ശരിയായിട്ട് ഈ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അതിന് പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ചിലരെ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള വയലൻസുകളാണ് കൂടുതലും ഉണ്ടാവാറുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ 2000 ശേഷം, അതായത് ഗോദ്ര വയലൻസ് ഉണ്ടായതാണ് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് വയലൻസ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിന് ശേഷം ഒരു വയലൻസ് ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഞങ്ങളിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പലവിധമായിട്ടുള്ള സപ്പോർട്ടുകളും ഇൻഡസ്ട്രിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ സ്റ്റേറ്റുകളിലും അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അതേസമയം ഗുജറാത്ത് സർക്കാരാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് വികസനം നടക്കുന്നു. കാരണം വ്യവസായ രംഗത്ത് വളരെയധികം അത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗുജറാത്ത് ഏറ്റവും മുന്നിലാവുന്നു. കാരണം മറ്റു നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ റോഡൊക്കെ എന്ത് നല്ല BRT സൗകര്യമുള്ള റോഡൊക്കെ കാണുന്ന നല്ല രസകരമായിട്ടാണ്. ആ റോഡിൽ വേറൊരു വണ്ടി പോവില്ല അല്ലേ? വളരെ ഒരു ട്രാഫിക് ബ്ലോക്കോ കൺജസ്റ്റോ ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം സാധാരണക്കാർക്ക് ഒരു പെട്ടെന്ന് ഓടി എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ. ഈ 108 എന്ന് പറയുന്ന ആംബുലൻസിന്റെ സിസ്റ്റം ഓൾ ഓവർ ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നാണ് എൻ്റെ അറിവ്. എന്നാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഗുജറാത്തിൽ മാത്രമേ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു സ്റ്റേറ്റിലില്ല. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ 108 ഡയൽ ചെയ്താൽ വിതിൻ ഫ്യൂ മിനിറ്റ്സ് എത്തിയിരിക്കും, അവിടെ ആംബുലൻസ് എത്തിയിരിക്കും, ഫസ്റ്റ് എയ്ഡ് കിട്ടിയിരിക്കും. അതുകൊണ്ട് മരണനിരക്ക് ആക്സിഡന്റിൽ നിന്ന് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇംപ്ലിമെന്റ് ചെയ്യുക, അതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള പ്ലാനിങ് പല സർക്കാരുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഇംപ്ലിമെന്റ് ആയി വന്നത്, അതായത് പ്രാബല്യത്തിലായത് ഇപ്പം മാത്രമാണ്. തീർച്ചയായും സാർ, ഈ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഏത് വർഷം മുതലാണ് തുടങ്ങിയത്? കാരണം അങ്ങനെ ഒരു 2004. അപ്പോൾ കാരണം ഗൾഫ് നാടുകളിലാണല്ലോ അത് ഏറ്റവും കൂടുതൽ. അങ്ങനെ ഒരു സാധ്യത സാർ നേരത്തെ കണ്ടിരുന്നു അല്ലേ? സാധ്യത ഞാൻ നേരത്തെ കണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഷിപ്പിംഗ് ലൈനിൽ 1983 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കാനും അതിൽ കൂടെ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അന്നൊരു സാധ്യത ഉണ്ട്. അപ്പം മനസ്സിൽ വളരെയധികം ആഗ്രഹങ്ങളുണ്ട് എക്സ്പോർട്ട് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നില്ല. ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ല, IEC കോഡും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിരുന്നു. 2000 തന്നെ ഞാനിത് എടുത്ത് അങ്ങനെ ഒരു സാധ്യത വെച്ചു. വളരെയധികം എൻക്വയറികൾ നടത്തി, വളരെയധികം വെബ്സൈറ്റിൽ ഞാൻ വളരെയധികം പ്രചാരണം ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും എനിക്ക് ഡയറക്റ്റ് കോൺടാക്ട്സ് കിട്ടാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഞാൻ 2003 ഞാൻ പറഞ്ഞ സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം വഴിയാണ് ഞാൻ ഈ ബിസിനസ് എക്സ്പോർട്ടിലേക്ക് ആദ്യം കടന്നു വരുന്നത്. വളരെ പ്ലാൻഡ് ആയിട്ടാണ് സാർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ പ്ലാനിങ് ആയിട്ടാണ്. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിനെ സ്റ്റഡി ചെയ്തിട്ടാണ് സാർ ചെയ്യുന്നത്. സാറുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിരുന്ന ചെയ്തല്ലേ പറ്റത്തുള്ളൂ. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാനുള്ളതാണ്. മാർക്കറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 12 വർഷമായി. മാഗ്നറ്റിക് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് എനിക്കത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആ പ്രൊഡക്റ്റിന് ഉള്ള റിക്വയർമെന്റ് അല്ലെങ്കിൽ എൻക്വയറി എൻ്റെ ഒക്കെ വന്നുകൊണ്ടിരിക്കുക. എനിക്കതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു മാർക്കറ്റിംഗ് കാര്യമോ അല്ലാതെ ഇവൻ ഞാൻ അതിൻ്റെ പേരിലൊരു വെബ്സൈറ്റ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ആ ഒരു പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡീവാട്ടറിംഗ് പമ്പ്, എനിക്കതിന് വേണ്ടിയിട്ട് പുറത്തെങ്കിലും പോകണ്ട. അവരുടെ ഉള്ള റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല അവസ്ഥയാണ്. പിന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായതും ഇപ്പോഴുണ്ടാകുന്നുള്ള വ്യത്യാസം നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിക്കാർ, അതായത് ഈസി ആയിട്ട് കിട്ടും, വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ജോലിക്കാരെ കിട്ടാനില്ലാതെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ട് വളരെയധികം. കാരണം നമുക്കൊരു ടൈം ബൗണ്ട് ചെയ്ത് നമുക്കൊരു ഓർഡർ എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കുണ്ട്. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് കസ്റ്റമറുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻ അത് ബ്രേക്ക് ചെയ്യാൻ വരും എന്നുള്ള ഇപ്പോഴുണ്ട്. നമ്മളൊരു എംപ്ലോയീസ് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പാർട്ടാണ്. തീർച്ചയായിട്ടും. കാരണം അവരെയാണ്. അപ്പോൾ എത്രത്തോളം ഒരു റിലേഷനാണ് സാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുമായിട്ട്?
എൻ്റെ ഇവിടെ ഞങ്ങൾ 27 ജോലിക്കാരുണ്ട് എനിക്ക് മൊത്തത്തിൽ. ജോലിക്കാരെന്ന് ഞാൻ പറയത്തില്ല, എൻ്റെ പാർട്ട്നേഴ്സ്. അതാണ് കാരണം അവരാണ് എൻ്റെ ബേസ്. അവരുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്തുകൊണ്ടില്ല. കാരണം ഞാനൊരു ഇപ്പം മുതലാളി തൊഴിലാളി എന്നുള്ള ആ ഒരു ബന്ധം ഞങ്ങൾക്കില്ല. അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ഫിനാൻഷ്യലായിട്ടാണെങ്കിലും ശരി, ഫിസിക്കലായിട്ടാണെങ്കിലും ശരി, ഞങ്ങൾ തമ്മിലൊരു റിലേഷൻ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവരെന്നെ ഇന്ന് വരെ ഞങ്ങൾ ഗുജറാത്തിന് അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭായ് കൂട്ടിയിട്ടാണ് എല്ലാവരും പേര് കൂട്ടി ഭായ് എന്നാണ് വിളിക്കുക. ഇപ്പം റഫീഖ് ഭായ്, ആ ഭായ്. അത് ഏജ് നീ എത്ര കൂടിയാലും കുറഞ്ഞാലും അവനല്ല. എൻ്റെ ഈ വർക്ക്ഷോപ്പിൽ, ഈ ഫാക്ടറിക്കുള്ളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംബോധനം മാത്രമേ ഉള്ളൂ. അതായത് എന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ സണ്ണിബായിനെ വിളിക്കുകയുള്ളൂ. സേട്ടൻ എന്നുള്ള ആ ഒരു രീതിയിൽ വിളിക്കുന്ന അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരാൾ വിളിച്ചാൽ ഞാൻ ആദ്യം ചോദിക്കും, വെറുതെ എന്നെ കളിയാക്കല്ലേ. കാരണം ഞാനും അവരുടെ ഒരു പാട്ടാണ്. അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്നുള്ള ഒരു ധാരണ എനിക്ക്. തീർച്ചയായും സാർ ഒരു കാലത്ത് എംപ്ലോയി ആയിരുന്നു, തീർച്ചയായും ഇപ്പോൾ ഒരു എംപ്ലോയറാണ്. സാർ അത് മനസ്സിലാക്കുന്നില്ല. സാർ പറയുന്നു അവരോടൊപ്പം തന്നെയാണ്. സാർ, രണ്ട് പാർട്ടിൻ്റെയും വ്യത്യാസങ്ങൾ എന്താണ്, ഒരു എംപ്ലോയിയും ഒരു എംപ്ലോയർ എന്നുള്ള നിലയിൽ? തീർച്ചയായിട്ടും വലിയ വലിയ വ്യത്യാസമുണ്ട്. അതായത് ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതതിൽ ചെയ്ത് ആ പാട്ട് മാത്രം അഭിനയിച്ചാൽ മതി. അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇന്ന ഇത്ര ഐറ്റം പ്രൊഡക്റ്റ്, അവൻ്റെ ആ ഒരു പാട്ട് മാത്രം, മൊത്തം പ്രൊഡക്റ്റിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം അവർക്ക് വരുന്നില്ല. ഇതിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് പ്രൊഡക്റ്റ് കംപ്ലീറ്റായിട്ട് മാർക്കറ്റിങ്, ഫിനാൻസ്, ഇതെല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കിയാൽ പറ്റും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി 100% നമ്മുടെ എംപ്ലോയർക്കാണ്. മറ്റൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പം വെൽഡിങ് ചെയ്യുന്നവനെ വെൽഡിങ്ങിൻ്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ടർണിങ് ചെയ്യുന്നവന് ടർണിങ് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി, ഫിറ്റർക്ക് ഫിറ്ററുടെ ഭാഗം മാത്രം നോക്കിയാൽ മതി. ഇത് അസംബ്ലി ചെയ്യുമ്പോൾ ആ ജനറൽ അസംബ്ലി ചെയ്യുന്ന ഫിറ്റർക്ക് ആ ജനറൽ അസംബ്ലി മാത്രം ചെയ്താൽ മതി. പെയിൻറ്റിംഗ് അകത്തേ പോയി കഴിഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യുന്നതിന് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി, ബാക്കി പോർട്ടലൊന്നുമില്ല. അതേസമയം ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കിയെങ്കിൽ പറ്റുള്ളൂ. അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ അന്തരമുണ്ട്. എല്ലാം മുഖത്തൊരു മുഖമൂടി ഇല്ലാതെ തുറന്നു പറയാനുള്ളൊരു മനസ്സ് അത് സാറ് കാണിക്കുന്നു. അതിലാണ് സാറിൻ്റെ സാർ ഇത് വളരെ ചെറുപ്പം മുതൽ ഇത് സാറ് കീപ്പ് ചെയ്ത് കരുന്ന കാര്യമാണോ സാർ? മുഖത്ത് നോക്കി സാർ അത്? എനിക്ക് നേരത്തെ തൊട്ടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഞാൻ വളർന്ന ചുറ്റുപാടായിരിക്കാം, എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറഞ്ഞിരിക്കും.